Hi dears, welcome to Variety Recipes. ഇന്നൊരു വിറ്റമിൻ ബോംബായ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ധാരാളം വിറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഈ സ്നാക്കിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ വെയിറ്റ് കുറയാനും ഡയബറ്റീസ് കുറയാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ സാമ്പാർ ഉണ്ടാക്കാനാണെന്നേ തോന്നുള്ളൂ, പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കാബേജ്, ക്യാരറ്റ്, പൊട്ടാറ്റോ, അണിയൻ, കോറിയൻഡർ ലീവ്സ്, പിന്നെ കുറച്ച് ഗ്രീൻ അണിയനും എടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് അണിയൻ. ഇതെല്ലാം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്താലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റിൽ ധാരാളം വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ വളരെ സഹായിക്കുന്നുണ്ട് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് പാത്രത്തിലാക്കി. ഇനി നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ കാണുമ്പോൾ എല്ലാവരും പറയും നമ്മളുടെ വെയിറ്റ് കൂടും, അതുപോലെ കൊളസ്ട്രോളും ഷുഗറൊക്കെ കൂടുമെന്ന്. പൊട്ടാറ്റോയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് പൊട്ടാസ്യം. പിന്നെ പൊട്ടാറ്റോ നമ്മൾ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് കഴിക്കാം. ഡെയിലി നമുക്കൊരു 30 ഗ്രാം വീതം പൊട്ടാറ്റോ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാനാവും. പൊട്ടാസ്യം നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കേണ്ട അത്യാവശ്യം വേണ്ട ഘടകമാണ്. അപ്പോൾ ഈ പൊട്ടാറ്റോ നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ കൂടുതലായുള്ള പൊട്ടാറ്റോയിൽ വെള്ളവും മാറിക്കിട്ടും, അതിൽ സ്റ്റാർച്ചും കുറച്ച് കുറഞ്ഞു കിട്ടും. പൊട്ടാറ്റോ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ളത്. വളരെ കുറച്ച് എണ്ണയും ഉപ്പൊക്കെ ചേർത്ത് ബേക്ക് ചെയ്തോ അല്ലെങ്കിൽ വേവിച്ചോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ക്യാബേജാണ് വേണ്ടത്. ഞാനിത് മുഴുവനും എടുക്കുന്നില്ല, ഇതിൻ്റെ ഏകദേശം ഒരു 1/3 ഭാഗമേ എടുക്കുന്നുള്ളൂ. ക്യാബേജ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാബേജിലും ധാരാളം വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. മാഗ്നീഷ്യം പോലുള്ള മിനറൽസ് ധാരാളം ക്യാബേജിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ലീഫി വെജിറ്റബിളായ ക്യാബേജ് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ വിറ്റാമിൻ ബോംബിൽ ചേർക്കാൻ പറ്റിയൊരു വെജിറ്റബിളായ സുഷിനി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പൊട്ടാറ്റോയും ക്യാബേജും കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഒരു സുഷിനി കിട്ടിയിരുന്നെങ്കിൽ ഈ പൊട്ടാറ്റോയും ക്യാബേജും പകുതി അളവിലെടുത്താൽ മതിയാവും. കട്ട് ചെയ്ത ക്യാബേജിൽ അല്പം ഉപ്പ് തൂവി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും. സവാളയും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. അപ്പോൾ സവാളയും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ചെറുതായി കട്ട് ചെയ്ത സവാളയും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സ്പ്രിംഗ് അണിയനും കോറിയൻഡർ ലീവ്സും കൂടി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. ഇത് രണ്ടും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വളരെ അധികം സഹായിക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് മിൻറ്റ് ലീവ്സും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപ്പ് പുരട്ടി വെച്ച കാബേജ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. കൂടുതലുള്ള വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കാബേജിൽ വെള്ളം ഇറങ്ങി ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പിഴിഞ്ഞ വെള്ളം ഇതിൽ ചേർക്കുന്നില്ല. ഇനി വെജിറ്റബിൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ധാരാളം പ്രോട്ടീനും വിറ്റമിൻസും അടങ്ങിയ മുട്ടയാണ്. മുട്ടയുടെ യോക്കിൽ ധാരാളം വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. എല്ലാത്തരം വിറ്റമിൻസും തന്നെ അടങ്ങിയിട്ടുണ്ട്. അതിൽ വിറ്റമിൻ എ, ബിയുടെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. B12, B6 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വിറ്റമിൻ ഡിയും ഇയും ഒക്കെ എഗ് യോക്കിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എഗ് വൈറ്റിലാണെങ്കിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കാലറി വളരെ കുറവാണ്, ഫാറ്റും കൊളസ്ട്രോളും കുറവാണ്. അപ്പോൾ മുട്ട നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. മുട്ട ചേർത്തതിന് ശേഷം സ്പ്രിംഗ് അണിയനും കോറിയൻഡർ ലീവ്സും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് വലിയ ജാതി പച്ചമുളക് കിട്ടും, നീളത്തിലുള്ള വണ്ണം കൂടിയ ജാതി പച്ചമുളക്. അതിന് എരിവ് കുറവായിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 5-6 ഇതുപോലെ ചെറുതായി സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് റവയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ചേർക്കുന്നത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് റവ ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്ലോർ ചേർക്കാം, മൈദയോ ഗോതമ്പോ മാവോ ചേർക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടതാണ്. ചീസൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. അതും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ മോസറല്ല ചീസ് ഒരു 125 ഗ്രാമാണ് ഇപ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുറേശ്ശെ നമ്മുടെ കൈവെള്ളയിൽ എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം കട്ട്ലറ്റിൻ്റെ രൂപത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിറ്റാമിൻ ബോംബുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഷാലോ ഫ്രൈക്ക് വേണ്ട എണ്ണ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്ന ഈ എണ്ണ മാത്രം മതിയാവും നമ്മൾക്ക് അതെല്ലാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും പാനിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി പാൻ ഒന്ന് കവർ ചെയ്തതിന് ശേഷം 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. 3 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് മറിച്ചിടാം. വളരെ കുറച്ച് എണ്ണയെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളൂ. നമുക്കിത് ഇനി ഓരോന്നും മറിച്ചിടാം. മറിച്ചിടുമ്പോൾ 2 സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുന്നതായിരിക്കും നല്ലത്. അതാണ് കുറച്ചുകൂടി സൗകര്യം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓരോന്നും ഇതുപോലെ മറിച്ചിടാം. ഒരു സൈഡ് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ ഇതുപോലെ ആകും. ഇനി നമുക്ക് മൂടി വെച്ച് മറ്റേ സൈഡും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. 3 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഫ്രൈ ചെയ്യാം. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് സെറ്റും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ബാക്കി കുറച്ച് എണ്ണ ഇപ്പോഴും ഉണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. നമുക്കിത് ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം ചൂടാക്കി എടുക്കാവുന്നതാണ്. ബേക്കിംഗ് ഓവനിലോ അല്ലെങ്കിൽ മൈക്രോവേവിലോ ഒക്കെ വെച്ച് ചൂടാക്കി എടുക്കാം. അല്ലെങ്കിൽ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഗ്യാസിൽ നേരിയ തീയിൽ ചൂടാക്കി എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വിറ്റാമിൻ ബോംബ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.